കാരണം ഷിഫ്റ്റിന് കയറി കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടില്ല. ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 7:30 ആവും. ഷിഫ്റ്റ് 7:30 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ തിരക്കാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ 10 മിനിറ്റ്സ് ബ്രേക്ക് എപ്പോൾ കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. സോ ആ 10 മിനിറ്റ്സ് കഴിക്കാൻ എൻ്റെ 100 ഗ്രാം ഓട്സും അതിനകത്ത് ഒരു ഓൺസ്കോപ്പ് വേ പ്രോട്ടീൻ ഇട്ടെടുത്തിട്ടുണ്ട്. അതായിരിക്കും സെക്കൻഡ് മീലിനകത്ത്. സെക്കൻഡിൽ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ കൂടുതൽ മുട്ടയോടെ കഴിക്കേണ്ടത് ഞാൻ. പക്ഷേ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കഴിക്കുന്നത്, കാരണം ടൈമിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ടാവുള്ളൂ. ആ ലഞ്ചിന് എനിക്ക് ഒരുപാട് എൻ്റെ മിഡ് ഡേ മീലും എൻ്റെ ലഞ്ചും എല്ലാം കഴിക്കേണ്ടി വരും. സോ അതുകൊണ്ട് അതിന് ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ പല പല മീൽസ് മിക്സ് ചെയ്തിട്ട് അറ്റ് ടൈമിൽ കഴിക്കേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ്സ് തിരക്കില്ലാത്ത പോയി ഫുഡ് കഴിക്കേണ്ടി വരും. അങ്ങനെ സാധാരണ എൻ്റെ ഡ്യൂട്ടിയിൽ പോകുമ്പോഴുള്ള എൻ്റെ സ്കെഡ്യൂൾ വർക്ക് ചെയ്യുന്നത്. അപ്പം മുട്ട കഴിക്കാം. ഇപ്പോൾ ഞാനൊരു അത്യാവശ്യം ലോങ് റോഡാണ്, സ്ട്രൈറ്റ് റോഡാണ്, വലിയ ട്രാഫിക് ഇല്ലാത്ത ടൈമുമാണ്. സോ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ പറ്റും, പ്രശ്നമില്ല. അങ്ങനെ ഒരു 9 മണിയായപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 ഗ്രാം ഓട്സും അതിനകത്ത് ഒരു 1 സ്കൂപ്പ് വേ പ്രോട്ടീനും പിന്നെ ഒരു 15 ഗ്രാം ആൽമണ്ട്സും മിക്സ് ചെയ്ത് ഞാനങ്ങ് കലക്കിയെടുത്ത് കഴിച്ചു. തിരക്കായിരുന്നു, അന്നേരം 10 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ നോർമലായിട്ടുള്ള ലഞ്ച് എടുത്തു. ചിക്കനും റൈസും എല്ലാം മിക്സ് ചെയ്തിട്ട്. പിന്നെ ഇന്ന് ഡേ 7 ആണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ വെയിറ്റും ചെക്ക് ചെയ്യാൻ വെച്ചു. അങ്ങനെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 71 kg ആയിരുന്നു. ഇപ്പോൾ 74 kg ആയിട്ടുണ്ട്. ഇന്ന് എൻ്റെ റെസ്റ്റ് ഡേ ആണ്. ഇന്ന് ഡ്യൂട്ടി ചെയ്യാനായിട്ട് റെസ്റ്റ് ഡേ ആണ്. നാളെ എൻ്റെ പുഷ് ഡേ ആയിരിക്കും. നാളെ ഞാൻ ചെസ്റ്റും ട്രൈസെപ്സും ഷോൾഡറും ആയിരിക്കും ചെയ്യുന്നത്. എൻ്റെ പ്രോപ്പർ വർക്കൗട്ട് എങ്ങനെയാണെന്ന് നാളെ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നടക്കണം. ബൈ.